ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പം മിക്കവാറും ദിവസങ്ങളിലൊക്കെ മഴയുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുണ്ട് മൂടി ഇങ്ങനെ നിൽക്കും. നാട്ടിലാണെങ്കിലും മഴയൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ. അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് മഴയും. അതുപോലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഓറഞ്ച് അലർട്ട്, അതുപോലെ റെഡ് അലർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ചൂടിനൊക്കെ നല്ല ശമനം വന്നുമില്ല ശരിക്കും. ഞങ്ങൾ നാട്ടിൽ വന്നിരുന്ന സമയത്ത് നല്ല ചൂട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെയും ഇടയ്ക്കൊക്കെ ഒന്ന് ഇടിവെട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മഴ കൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ വൈകിട്ട് ഒന്ന് മഴ പെയ്ത് അങ്ങനെ പോവും, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൂ. നാട്ടിലത്തെ പോലെ ഒരുപാട് മഴ അങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ എന്താ പറയുക, മഴയാവുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ആണെന്നുണ്ടെങ്കിലും പലർക്കും വെള്ളത്തിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം വേണമെങ്കിൽ ആയിട്ടുണ്ടാവും ഇപ്പോൾ മഴ പെയ്ത ഒരു സമയത്ത്. അപ്പോൾ അതേ അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരും. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മഴയില്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വൈകിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടും കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്ലേ ഏരിയയിലേക്കും അങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട്. ഇന്നും ഇപ്പോൾ വൈകിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഒരു റിലാക്സേഷനല്ലേ വൈകിട്ടൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിലും രാത്രിയാകുമ്പോഴാണ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കൂടുതലും പുറത്തേക്കൊക്കെ ഇറങ്ങാട്ടോ. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പോൾ ഇവിടെ കുറേ പേര് കളിക്കണമൊക്കെ ഉണ്ട്. ഇവിടെ ബോക്സ് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ എന്താ പറയുക, ഔട്ട്ഡോർ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നടക്കിലാവും. നല്ല കാലാവസ്ഥയാണ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ. വെയിലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. സുഖമായിട്ട് നടക്കലും ഒക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. ചില സമയത്ത് ഇവിടുത്തെ കാറ്റ് നല്ല അടിപൊളിയാണ്. എന്താ പറയുക, നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടു പോവും. അതുപോലെയുള്ള നല്ല എന്താ പറയുക, നല്ലൊരു കുളിർമയുള്ള കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആട്ടാ. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇപ്പോൾ പൂളിൽ ആൾക്കാരില്ല. പക്ഷെ ചില സമയത്ത് രാത്രിയൊക്കെ പൂളിൽ ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. വെള്ളത്തിന് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് എന്താ പറയുക, പ്ലേ ഏരിയയിലേക്കൊക്കെ പോകാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ്. ഇപ്പോൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ പ്യൂപ്പ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിത് സ്കൂളിലെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ യൂണിഫോം വാങ്ങിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം പ്യൂപ്പ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അതായത് ഇപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ക്ലാസ് ടീച്ചേഴ്സും എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ യൂണിഫോം മെഷർമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മെഷർമെൻ്റ് അല്ല ഇവിടെ എന്ന് പറയുന്നത്, യൂണിഫോമിന് നമ്മൾ മെഷർമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് പോലെ യൂണിഫോം കൊണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മൾ വന്ന് ജസ്റ്റ് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള എത്ര പേര് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. ഇതുപോലെ നമ്മൾ നമുക്ക് എത്ര പേര് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോന്നും, ഇപ്പോൾ സ്പോർട്സ് വെയർ അല്ലെങ്കിൽ നോർമൽ യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം എന്താ പറയുക, നമുക്ക് അതായത് സൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് പിന്നെ ഷൂസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് യൂണിഫോമൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് അവൈലബിൾ അല്ല. അത് കണ്ടോ, ഇതുപോലെ യൂണിഫോംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യാം കേട്ടോ. ഇവിടെ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ യൂണിഫോമും അങ്ങനത്തെ കാര്യങ്ങൾ ഇനി സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സ്കൂളിലേക്കുള്ള പർച്ചേസിങ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിങ് പൂളാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഈ വർഷം സ്വിമ്മിങ്ങിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയാണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിമ്മിങ് പഠിച്ചിട്ട് സ്വിമ്മിങ് നിർത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ അതൊക്കെ കൊണ്ട് പിന്നെ പോവാന്നുള്ള ഒരു പരിപാടി കഴിഞ്ഞുല്ലോ. അപ്പോൾ രണ്ടുപേർക്കും സെയിം ഡേ തന്നെ ആയ കാരണം പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 2 ദിവസമായിരുന്നു ശരിക്കും ഞങ്ങൾ, പക്ഷേ ഒരു ദിവസമായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർ ബസാറിൽ കയറിയതാണ് കേട്ടോ, സ്റ്റാർ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫിഷ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ
വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു നോൺ വെജിൻ്റെ ഒരു ഏരിയയിലൊന്നും അടുക്കാൻ പറ്റില്ല. ഫിഷൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പറയുക, ക്യൂ ആയിരിക്കും. എന്താ പറയുക, മണിക്കൂറുകൾ നിന്നാലും നമുക്ക് ഫിഷും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടുള്ളൂ. അത് കാരണം തന്നെ ഞാനങ്ങനെ വാങ്ങിക്കാൻ നിൽക്കാറില്ല കേട്ടോ. കൂടുതലും ഇങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത്, അതായത് ഹോം ഡെലിവറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ മാർക്കറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ദേ ഇവിടെ കണ്ടോ, ഒരു എന്താ പറയുക, ഇത് മട്ടനാണ് കേട്ടോ. അതായത് ആട്ടിൻകുട്ടിയാണ്, അത് ചെറുതാണ്. സാധാരണ ഇങ്ങനെ മുഴുവനോട് കൂടി അങ്ങനെ കാണൽ കുറവാണ്. അല്ലാതെ കട്ട് ചെയ്ത് ഓരോ ഇപ്പോൾ കറി കട്ട്, ലെഗ് പീസ് അങ്ങനെയൊക്കെയാണ് സാധാരണ ഇവിടെ കാണല് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനും ഈ ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീക്ക്ലി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിക്കും. വെജിറ്റബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ താഴെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങിക്കാനും ഒക്കെ എളുപ്പമാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിലും. പിന്നെ ബാക്കി എന്താ പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് പിന്നെ കൂടുതലും നമുക്ക് ആവശ്യമായിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. യൂട്യൂബറാണോ, എന്താ ചാനലിൻ്റെ പേര്, വീഡിയോ എടുത്തോ ഇങ്ങോട്ട് കടന്നു നിന്ന് വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അവർ സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മിക്കവരും ചോദിക്കുമല്ലോ, യൂട്യൂബറാണോ, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ സ്ഥിരം വരുന്ന കാരണം ഇവർ പക്ഷേ പുതിയ ആൾക്കാരാട്ടോ, എന്താ പറയുക, പുതിയ സ്റ്റാഫാണ് ഇവിടുത്തെ. പഴയ ആൾക്കാരെയൊക്കെ പൊതുവെ എനിക്കിങ്ങനെ പരിചയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കനും ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ തരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫിഷ് ആണെങ്കിലും ഞാൻ കൂടുതലിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിക്കൽ. അങ്ങനെ ക്ലീൻ ചെയ്യാതെ വാങ്ങിക്കൽ വളരെ കുറവാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാം ഫിഷൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിട്ടും. ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ചില ആപ്പുകളൊക്കെ വഴി നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നോർമൽ, അതായത് ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. സാധാരണ കൊടുക്കണതിൻ്റെ ഡബിളാണ് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിട്ടണതിന്. അപ്പോൾ ഇത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞത് ആട്ടിൻകുട്ടീനെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടാൾ. അപ്പോൾ ഇത് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങണ്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്നാക്സ് ഐറ്റംസ് അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതായിരുന്നു, 8:30 ആയപ്പോഴേക്കും ഇറങ്ങിയതായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറിയതിട്ട്. അപ്പോഴേക്കും തന്നെ എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ആകൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് പോകാമെന്നുള്ളൊരു രീതിയിൽ അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ എടുത്ത് പിന്നെ തിരിച്ച് പോവാണ് ചെയ്തത് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അത് കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച ഒരു കാര്യമായിരുന്നല്ലോ, അതായത് ആ ഒരു ബിങ്കോൻ്റെ വീഡിയോ, എന്നെ ഡോഗ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതിന് താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. 56 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ താഴെ കമൻസിനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയധികം കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു ഒരു കമൻറ്റിൻ്റെ താഴെ, ഒരുപാട് കമൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ എന്താ പറയുക, പല ഫണ്ണി കമൻസും അങ്ങനെ എന്താ പറയുക, നമുക്ക് നല്ല ഫണ്ണി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കമൻസും ഒക്കെ തന്നെ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്താ ഈ ഡോഗുള്ള വീട്ടിൽ, അതായത് പട്ടിയുള്ള വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം ഞാൻ വരുന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഡോഗിൻ്റെ തലയിൽ തൊടരുതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വെക്കേഷന് വന്ന സമയത്ത് ഈ ബിങ്കോ ചെറുതായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അതിനെ തൊടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് എന്നെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ അതിൻ്റെ തലയിൽ തൊട്ടത്. അന്ന് എന്നെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല.
അത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അത് റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ പലരും പല കമൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എൻ്റെ വീട്ടിലൊരു അതായത് അവരുടെ വീട്ടിലൊരു ലാബുണ്ട്, ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാരം വരെ എടുത്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ കുട്ടികൾ, ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. വേറെ ആരുമായിട്ടും വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നാണെന്നുണ്ടെങ്കിൽ അമ്മ വന്നപ്പോൾ അവന് ഓക്കെ ആയിരുന്നു, ബിങ്കോ അടങ്ങി നിൽക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിരുന്നു, അമ്മേനെ അതായത് പുറത്തിട്ട് ഡോറടച്ചൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അമ്മയൊക്കെ സ്ഥിരം അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്കായിട്ട് നല്ല കമ്പനിയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെയാണ് പരിചയക്കുറവ്. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രം വെക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. അതാണ് ഒരു പ്രശ്നം. അതേ കണ്ടില്ലേ, കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ അത്ര ഫ്രണ്ട്ലിയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് അറിയില്ല. കാർത്തു ചേച്ചിനെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ടാണോ അതോ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ പെട്ടെന്ന് എന്താന്ന് മനസ്സിലാവാതെ ബിങ്കോയ്ക്ക് അതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എന്താ പറയുക, ഇതിനു മുമ്പ് എനിക്ക് ഡോഗ്സിനൊന്നും പേടിയുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ മിക്കപ്പോഴും ഒരു ഡോഗ് അല്ലെങ്കിൽ 2 ഡോഗൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഡിഗ്രി സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുളിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എനിക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡോഗ്സിനെ പൊതുവേ ഇഷ്ടമാണ്. ഡോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്യാറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്കിഷ്ടമാണ് പൊതുവെ. ഡോഗ്സിനെയാണ് ഞാൻ കൂടുതൽ മാനേജ് ചെയ്തിരിക്കുന്നത്, മുന്നേ നോക്കിയിരിക്കുന്നതൊക്കെ ഡോഗ്സിനെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് എവിടെ അങ്ങനെ ഡോഗ്സിനെ കണ്ടാലോ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതോടുകൂടി എനിക്ക് എന്താ പറയുക, ഡോഗ്സിനെ ഒരു പേടി എന്ന് പറയില്ലേ, ഒരു പേടി നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ അല്ലെങ്കിൽ കുറേ നാൾ എന്തായാലും എടുക്കുന്നത് എനിക്ക് തോന്നുന്നു, ഒരു പേടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അതുപോലത്തെ അത്രയ്ക്കൊരു അനുഭവം ആയിരുന്നത്. അപ്പോൾ ആരോ പറഞ്ഞ് അതിൽ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഇത് ക്രിയേറ്റ് ചെയ്തതാണ്, ഇങ്ങനെ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മുഴുവൻ ക്ലിപ്സ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള. പക്ഷേ എന്താ പറയുക, നടന്നൊരു കാര്യം അത് CCTV എന്താ പറയുക കിട്ടിയത് കൊണ്ട്, ആ ഒരു ക്ലിപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും എന്തായാലും ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ കുറേ എന്താ പറയുക ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡോഗിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് വളർത്തണേ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്ന കാര്യം അമ്മയ്ക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ബാക്കിൽ അവിടെ ഒരു മതിലിൻ്റെ അപ്പുറത്ത്, ഗേറ്റിൻ്റെ അപ്പുറത്തായിരുന്നു ഡോഗിനിട്ടുണ്ടായിരുന്നത്, ബിങ്കോനിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാർത്തു ചേച്ചിക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കാർത്തു ചേച്ചിക്ക് വിഷ് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ബിങ്കോ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ കണ്ടില്ല ബിങ്കോനെ, അതായത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ബിങ്കോനെ ആ ഒരു സമയത്ത്. അപ്പോൾ അതിനുശേഷം കാർത്തു ചേച്ചി ബിങ്കോനെ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബിങ്കോ ചാടി എഴുന്നേറ്റത് കേട്ടോ. അതിനുശേഷം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് അലക്കലിൻ്റെ ബാക്കിലാണ്. സാധാരണ CCTV കാര്യങ്ങളൊന്നും അലക്കലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വെക്കില്ലല്ലോ. ബാക്കി ഭാഗങ്ങളിൽ ഉള്ള ആ ഒരു ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു, മറ്റിടത്തായിരുന്നു നടന്നിരുന്നത്. അതൊന്നും നമുക്ക് കിട്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഹൊറിബിളായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ആരായാലും പേടിച്ചു പോകും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ എല്ലാവരുടെ സംശയങ്ങളും ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.